നമ്മുടെ വേടൻ റാപ്പ് വേടനെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ നമ്മുടെ ശശികല ടീച്ചർക്ക് പറയാനുണ്ട്. നമ്മുടെ യുവതലമുറ ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായതുപോലെ തന്നെ മതതീവ്രവാദികളുടെ കയ്യിലെ കളിപ്പാവകളായും മാറിയിട്ടുണ്ട് പലപ്പോഴും. മറ്റൊന്നുമല്ല, അവരുടെ കയ്യിലെ തിണ്ണമെടുക്കും, പണം എടുക്കും, രാഷ്ട്രീയ ഇടപെടലും ഒക്കെ തന്നെയാണ് അതിന് കാരണം. ആലോചിച്ച് നോക്കും. ഏതാണ്ട് ഒരുപാട് നല്ല വിഭാഗം എഴുത്തുകാർ ഇവരുടെ കൂലി എഴുത്തുകാരായി മാറി. ഇവരുടെ റാൻമൂളികളായി മാറുകയാണ് നമ്മുടെ കേരളക്കരയിലെ പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ. ഈ സാഹചര്യത്തിലാണ് ശശികല ടീച്ചർക്ക് ചില വിഷയങ്ങൾ തുറന്നു പറയാനുള്ളത്. മദ്യവും മയക്കുമരുന്നും അടക്കമുള്ളവ യഥേഷ്ടം ഒഴുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരു കാലത്ത് മുന്നോട്ട് വരരുതെന്ന് ആഗ്രഹം. അത് അവിടെ നിന്ന് പോയി എവിടെ എത്തി? ഇന്ന് ആരെയാണ് അധസ്ഥിത ജനവിഭാഗങ്ങൾ ആരാധിക്കേണ്ടത്? കയ്യിൽ കഞ്ചാവ് വെച്ചു എന്ന് തെളിഞ്ഞ്, ഞാനത് ഉപയോഗിച്ചു എന്ന് തെളിഞ്ഞ് കേസെടുത്ത്, പെണ്ണിനെ പിടിച്ചു എന്ന് പറഞ്ഞ് അതിന് കേസെടുത്ത്, അല്ലെ, എല്ലാം നിൽക്കുന്നവരെ സർക്കാർ അതിഥിയായി കൊണ്ടുപോയി മുഖ്യമന്ത്രി അടക്കമുള്ളവർ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു സമൂഹത്തെ അങ്ങോട്ടാണ് ഒഴിഞ്ഞു കൊടുക്കേണ്ടത്. ചിന്തിച്ചു നോക്കാം. നമ്മള് കൊല്ലത്ത് ഒരു കലാപരിപാടിക്ക് അല്ലെ ആളെത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെളിവാരി വേദിയിലേക്ക് എറിയുന്നത് നമ്മൾ കണ്ടു. ഉള്ളിത്തലയുടെ കഞ്ചാവിന്റെ ബാക്കിയത് ചെളിവാരി. ആ ചെളിവാരി സമൂഹം എറിയേണ്ടത് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ മുഖത്തേക്കാണ്. ആ ചെളിയിൽ ഒരു പിടിയെങ്കിലും തെറിപ്പിക്കേണ്ടത് സമാജത്തിലെ ജാതി പറഞ്ഞ് തരം തിരിച്ച് പല തട്ടുകളിലാക്കി അവരെ പരസ്പരം തമ്മിൽ തന്നിക്കാൻ നോക്കുന്ന, അതിന് അംഗീകാരം കൊടുക്കുന്ന, അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും അവസരങ്ങളും കടലാസിൽ മാത്രം വിശ്രമിപ്പിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ അതിലൊരു നുള്ളു ചെളി എങ്കിലും വാരി എറിയാൻ സമാജത്തിന് കരുത്തുണ്ടായാൽ നമുക്കൊരിക്കലും ഇതുപോലുള്ള അവഗണന നേരിടേണ്ടി വരില്ല. ആ സമാജത്തിൽ മദ്യവും മയക്കുമരുന്നും അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിൽ ആ മയക്കുമരുന്നിന്റെ പ്രചരണം വ്യാപകമാക്കാൻ വേണ്ടി തന്നെയാണ് ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടിയാണ് ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നത്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ തെളിവായി കഞ്ചാവ് കയ്യിൽ വെച്ചവനെ അറസ്റ്റ് ചെയ്തവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭരണാധികാരി നിൽക്കുമ്പോൾ ഇത് സൂചനയാണ്. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുക. എന്റെ കഞ്ചാവൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയിരുന്നു. ഇപ്പൊ മറ്റേ രാസ ലഹരിയാണല്ലോ കൂടുതൽ. നിങ്ങൾ ഉപയോഗിക്കുക. കാരണം നശിക്കണം, നശിപ്പിക്കണം എന്ന ആഗ്രഹം, രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹം ഉണ്ടോ? കേരളത്തിലെ ഭരണകൂടം ഇപ്പോഴും തെരയണത് LP സ്കൂളിന്റെ മയക്കുമരുന്ന് കൊടുക്കുന്നത് ആരാന്നല്ല. LP സ്കൂളിന്റെ മുറ്റത്ത് മയക്കുമരുന്ന് എത്തിക്കുന്നത് ആരാ എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം സർക്കാരിനില്ല. പകരം അവര് തെരയണത് 10-75 കൊല്ലം മുമ്പേ ഗാന്ധിജിയെ കൊന്നത് ആരാണ്. ഇപ്പോഴും ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ ഭരണകൂടം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഗാന്ധിയെ കൊന്ന ആൾക്കാരെ തൂക്കിക്കൊല്ലുകയും ചെയ്തു, ബാക്കിയുള്ള ജീവപര്യന്തം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. പക്ഷെ കേരള സർക്കാർ ഇപ്പോഴും അന്വേഷിക്കുന്നത് ഗാന്ധിയെ കൊന്നതാരാ, അല്ലാതെ LP സ്കൂളിന്റെ മുറ്റത്ത് മയക്കുമരുന്ന് കൊണ്ടുവരുന്നത് ആരാ? പിടിക്കാൻ സാധിക്കുന്നില്ല. വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. വേണമെന്ന് വിചാരിക്കുന്നില്ല. ലഹരി പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു സമൂഹം നേടിയ മുഴുവൻ പുരോഗതിയും ലഹരിയിൽ മുക്കിക്കൊല്ലാൻ പരിശ്രമിക്കുമ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ നമുക്ക്? ഭരണകൂടത്തിന്റെ ഒത്താശയോട് കൂടിയാണ് മദ്യവും മയക്കുമരുന്നും സമാജത്തിൽ പ്രതികരിക്കുന്നത്. വിദ്യാലയങ്ങൾ തുറക്കണം എന്ന് പറഞ്ഞാൽ വിദ്യാലയങ്ങൾ പൂട്ടിയത്. കുട്ടികളെണ്ണല്ല, 3 കുട്ടിയില്ല, 60 കുട്ടിയില്ല, 40 കുട്ടിയില്ല. ഇതെന്താ ലാഭ ബിസിനസ് സ്ഥാപനമാണോ അറിയാൻ വയ്യ. ലാഭകരമല്ലാത്ത സ്കൂളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാലയങ്ങളുടെ കടകൾ കത്തിവെക്കുമ്പോൾ പെട്ടിക്കട മാതിരിയാണ് ബാറുകൾ പറയുന്നത്. കിട്ടാണ്ട് ആരും ബുദ്ധിമുട്ടരുത്, കൂടുതൽ അലഞ്ഞു പോയിട്ട് ആരും ബുദ്ധിമുട്ടരുത്. ഓരോ കൈകൾക്കും മദ്യം. കേരള സർക്കാരിന്റെ പുതിയ നിയമം ഓൺലൈൻ വഴി വേണമെങ്കിലും അത് വീട്ടിലെത്തിക്കാൻ കള്ളുകുടിയന്മാർക്ക് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ എങ്ങനെ കള്ള് വീട്ടിലെത്തിക്കാം, ഓൺലൈൻ വഴി വരെ വേണമെങ്കിലുമുള്ള സൗകര്യങ്ങൾ നമ്മൾ ഇനി പ്രതീക്ഷിക്കണം. മദ്യം അല്ലെ, ഓരോരുത്തർക്കും ആവശ്യമായ രാസലഹരി, ആനന്ദലഹരി, ഇനി എന്ത് വേണം? ഒന്നിനൊരു കുറവ് മലയാളിക്കുണ്ടാവില്ല. മലയാളിക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല. അതിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മദ്യമോ മയക്കുമരുന്നോ കിട്ടാതെ കേരളത്തിലെ ഒരു യുവാവും അല്ലെങ്കിൽ തിരിയേണ്ടി വരില്ല. അവരിയ്ക്കുന്നിടത്തേക്ക് അതെത്തും, അന്വേഷിച്ച് അങ്ങോട്ട് കൊണ്ടിരില്ല. അവരിയ്ക്കുന്നിടത്തേക്ക് ലഹരിയെ, അത് മദ്യമാകാം, അത് കഞ്ചാവാകാം, അത് രാസലഹരിയാകാം, യഥേഷ്ടം ഇരിക്കുന്നിടത്ത് എത്തിക്കുന്ന കേരള ഭരണകൂടത്തിന് ആദരവുകൾ കൊടുക്കാം. നമുക്ക് നമ്മളെ നശിപ്പിക്കാൻ കൂട്ടി നിൽക്കുന്ന ഭരണകൂടത്തെ അതിനെതിരെ വിരൽ ചൂണ്ടിയില്ലെങ്കിൽ നശിക്കാൻ പോകുന്നത് ഈ മലയാളികളാണ്. ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെടാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യരക്ഷയിൽ, അങ്ങനെ പലതിനും 1ാം സ്ഥാനത്ത് നിന്ന മലയാളി കുടുംബത്തെ വെട്ടിക്കൊല്ലാൻ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത വിധത്തിൽ മാറാൻ, അത്തരത്തിൽ അവനെ ലഹരിക്ക് അടിമപ്പെടുത്തുന്ന ഒരു ഭരണകൂടം മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം നമ്മുടെ വിരൽത്തുമ്പിലാണെന്ന് മറക്കരുത്. ഈ വിരൽത്തുമ്പ് ചൂണ്ടാൻ കുറെ പോപ്പുലാരിറ്റിയും ഒരുപാട് പ്രേക്ഷകര്, സബ്സ്ക്രൈബേഴ്സ്, ഫാൻസ്, ഒരു ചെറിയ വേദിയിൽ നിന്നും വലിയ വേദി, അതിൽ നിന്നും വലിയ വേദി, ഒരുപാട് ആളുകൾ മയക്കുമായി ചുറ്റും നിറയുന്നു. സ്വാഭാവികമായും പഴയ വ്യക്തിത്വത്തിൽ നിന്നും ആൾക്കാർ പുതിയ രൂപത്തിലേക്ക് മാറും.
ടീച്ചർ തുടരട്ടെ. ഉണ്ടാൻ മാത്രമല്ല ആ വിരൽ തൊങ്ങിൽ തന്നെയാണ് മഷിയടയാളം പുരളുക. അതുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ ഇത്തരത്തിൽ നശിപ്പിക്കുന്നവർക്കെതിരെയുള്ള ജനജാഗ്രത ആവശ്യമാണ്. ഇവിടെ നമ്മൾ എത്തുന്നത് ഇനിയും നമ്മുടെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് അധികൃതരോട് ആവശ്യപ്പെടാനാണ്. ഇനിയും ക്ഷമ പരീക്ഷിക്കരുത്. പട്ടികജാതിക്കാർക്ക് അത് ചെയ്തു, പട്ടികവർഗക്കാർക്ക് ഇത് ചെയ്തു, OBC-ക്ക് അത് ചെയ്തു, OEC-ക്ക് ഇത് ചെയ്തു, മറ്റേ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എല്ലാവർക്കും ഞങ്ങൾ അങ്ങ് വാരിക്കോരി കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഈ മോഹനസുന്ദര വാഗ്ദാനങ്ങളല്ല. കേരള സർക്കാർ ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം. ഒരു ധവളപത്രം ഓരോ വിഭാഗത്തിനും പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ എത്ര, അതിന് വകയിരുത്തിയ ഫണ്ട് എത്ര, അതിൽ ചെലവഴിച്ചത് എത്ര, അതുകൊണ്ടുണ്ടായ ഫലം എന്താ? വിദ്യാഭ്യാസ രംഗത്തൊക്കെ ആണെങ്കിൽ ഫലമെന്ത്? പുല്ലത്തൂത്ത തവിടുമാതിരി കളയാനല്ലോ, ഫലം വേണല്ലോ. അപ്പൊ ഇതുപോലൊരു ധവളപത്രം കേരള സർക്കാർ പുറത്തിറക്കണം. ഹിന്ദു ഐക്യവേദി ശക്തമായി ആവശ്യപ്പെടുന്നു. ഈ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയൊക്കെ ഫണ്ട് എത്ര രൂപ വകയിരുത്തി ചെലവഴിച്ചു തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കൃത്യമായി മനസ്സിലാക്കുന്ന വിധത്തിൽ ഒരു ധവളപത്രം പുറത്തിറക്കണം. സമാജത്തിൽ എപ്പോഴും ശശികല ടീച്ചറെ കുറിച്ച് പൊതുവിൽ ആളുകൾ പറയാറ് വിഷക്കല, വിഷം ചീറ്റുന്നു എന്നാണ്. അവര് പറയുന്നത് വിഷമാണ്. ആണോ? സ്വന്തം സമുദായത്തിന് വേണ്ടി ഉസ്താദുമാർ എത്രയോ വിഷം ചീറ്റി സംസാരിക്കാറുണ്ട്. അവരെ കുറിച്ച് എങ്ങാനും നിങ്ങൾ വർഗീയവാദി എന്ന് പറയാറുണ്ടോ? ഇവര് പറയുന്നത് പരമ യാഥാർത്ഥ്യമാണ്. ഇത് വേടന്റെ കൂടി നാടാണ്. ഇല്ലാത്ത ജാതി തിരുകിക്കയറ്റി ഉണ്ടാക്കി ഒരു വലിയ രൂപത്തിൽ ഒരു പ്രക്ഷോഭമുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ ജിഹാദി ഫണ്ടും വാങ്ങി പലസ്തീൻ്റെ കൊടിയും പിടിച്ചുയർത്തി വേദികളിൽ നിന്നും വേദികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വേടനെ കുറിച്ച് പറയാൻ എമ്പാടുമുണ്ട്. വരുന്ന രാസലഹരി അടക്കമുള്ള ലഹരിക്ക് ഒരു അവസാനമിടാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള മുൻകൈ ഉണ്ടായവരുടെ സമാജവും കൂടണം. ഭരണകൂടത്തിന് മാത്രമായി സാധിക്കില്ല. സമാജത്തിന്റെ പൂർണ്ണമായ പിന്തുണ അതുകൊണ്ട് ആ പിന്തുണ നമ്മൾ വാഗ്ദാനം ചെയ്യുന്നു. സമാജത്തിന്റെ പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്യുമ്പോഴും ഭരണകൂടത്തിന് ആത്മാർത്ഥതയില്ലെങ്കിൽ നടത്താൻ സാധിക്കില്ല. ഭരണകൂടത്തിന് ആത്മാർത്ഥതയില്ല. കുട്ടികളുടെ മോശം സർവ്വ കഞ്ചാവോടികളെയും അല്ലെ ചെങ്കൻ കഞ്ചാവുകളെയൊക്കെ പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000-ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കടാ കുഞ്ചിരാമ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുകാറ് ബാധിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് ഭരണകൂടത്തിന് മുന്നിൽ ചെഞ്ചാനല്ല ആജ്ഞാപിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങളൊരു സംഘടനയല്ല. ഞങ്ങളോടൊപ്പം ഈ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളും ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് മതി. ഇനി ഈ സമൂഹത്തെ ആടിക്കളിപ്പിക്കാനും ചാടിക്കളിപ്പിക്കാനും നിൽക്കണ്ട. അപ്പൊ ആടിക്കളിക്കട ചാടിക്കളിക്കട എന്ന് പറയുന്നവർക്ക് മുന്നിൽ അതിന് തയ്യാറല്ല എന്ന് പറയാൻ, അത്തരത്തിലുള്ള ശ്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറയാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദി 14 ജില്ലാ ആസ്ഥാനങ്ങളിലും എത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ ഉപ്പ് കുടിച്ചാൽ അർമാദിക്കുന്നവര് ആ ഉപ്പിന്റെ രസത്തിൽ അർമാദിക്കണം. കാരണം കണ്ണീരാണ് ഒഴുക്കുന്നെങ്കിൽ അതിന്റെ അടുത്ത് ഉപ്പുണ്ടല്ലോ. ആ ഉപ്പിൽ അർമാദിക്കുന്നവരെ പിടിച്ചു നിർത്താൻ തക്ക ശേഷി ഇവിടുത്തെ സമൂഹത്തിനുണ്ട് എന്ന വിളംബരം ഇത്തരം സമരങ്ങളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നു. സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടരുത്. സ്വാഭാവികമായ നീതി അട്ടിമറിക്കപ്പെടുമ്പോൾ തീർച്ചയായും സമാജം അസ്വസ്ഥമാണ്. ആ അസ്വസ്ഥതയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള പട്ടികവർഗത്തിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പാലക്കാട് വെറും നൂലുണ്ട കാട്ടി കളക്ടറെ ഭീഷണിപ്പെടുത്തിയ അയ്യങ്കാളിപ്പണ നമ്മൾ ഇവിടെ കണ്ടു. എന്തായിരുന്നു ഉദ്ദേശം? സമാജത്തെ രക്ഷിക്കലായിരുന്നോ? സമാജത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നോ? അന്ന് അയ്യങ്കാളിപ്പടയുടെ നൂലുണ്ടയിലാണ് ആ സമാജം അപമാനിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോടികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് നൽകാൻ മണ്ണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിന് എന്ത് സംഭവിച്ചു? ഇവിടുത്തെ ഭൂമിയെ പറ്റി സർക്കാർ ധവളപത്രം ഇറക്കണം. ഭൂപരിഷ്കരണം നടപ്പാക്കി ഈ ഭൂമിയിൽ ഇന്ന് ആരുടെയൊക്കെ കൈവശം എത്രയൊക്കെ ഭൂമിയുണ്ട്? ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഹെക്ടർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടിട്ട് 1 ഇഞ്ച് പോലും തിരിച്ചെടുക്കാൻ മനസ്സ് കാണിക്കാത്തവര്, പട്ടികവർഗ വിഭാഗത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ടിട്ട് അവർക്കുള്ള ഭൂമി തിരിച്ചു കൊടുക്കില്ല എന്ന് കേരളം നിയമസഭയിൽ നിയമം പാസാക്കിയവര്, പട്ടികജാതിക്കാരന് നഷ്ടപ്പെട്ട ഭൂമിയിൽ അവനൊരു തുണ്ട് പോലും കിട്ടാതിരിക്കാൻ പ്രത്യേകമായ നിയമനിർമ്മാണം കേരളത്തിന്റെ നിയമസഭയിൽ KR ഗൗരിയമ്മയുടെ ഏക വിയോജന കുറിപ്പോടുകൂടി 139 MLA-മാരും ഒപ്പിട്ടുകൊണ്ട് അത്തരത്തിലൊരു നിയമം പാസാക്കി. ആ പാവങ്ങളെ നമ്മൾ ചിന്തിക്കുക. ആ പാവങ്ങളെ ഇത്തരത്തിൽ ഒരു ഭരണകൂടത്തിന്റെ മുന്നിൽ കെഞ്ചിക്കേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ തീർച്ചയായും അതിന് ജനകീയമായ പ്രതിഷേധവും ജനകീയമായ പ്രതിരോധവും തന്നെയാണ് പരിഹാരം. അല്ലെങ്കിൽ അതിലപ്പുറം മറ്റൊരു പരിഹാരമില്ല എന്ന തിരിച്ചറിവിൽ ജനങ്ങൾക്ക് ഇന്ന് പ്രതിഷേധിക്കാൻ റൈറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളെപ്പോലെ ചിന്തിക്കുന്ന സമാന ചിന്താഗതിക്കാരെ ഒരുമിച്ച് കൂട്ടാനും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാനും ജനാധിപത്യം മരിച്ചിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നത് നമ്മൾ ഈ കൊച്ചു കേരളക്കരയിൽ മതേതരന്മാരായി ജീവിക്കുന്നത് കൊണ്ടാണ്.
അനീതിക്കെതിരെ ശക്തമായ രൂപത്തിൽ കൈകോർക്കേണ്ടുന്ന സാഹചര്യമാണിത്. നന്ദി.